കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചത്, 6 അല്ലി വെളുത്തുള്ളി, 7 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുടംപുളി, ഒരു തക്കാളി, 2 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചത്, 3 സവാള പൊടിപൊടിയായി അരിഞ്ഞ് വെച്ചത്, മസാലയ്ക്ക് ഇവിടെ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി. അതിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ഏകദേശം 2 മുതൽ 5 ടേബിൾ സ്പൂൺ വരെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. എനിക്ക് വെളുത്തുള്ളി ഇടുന്നത് കൂടുതൽ ഇഷ്ടം. ആദ്യമേ തന്നെ മിക്ക കുക്കിംഗ് അങ്ങനെ ചെയ്യാറ്. കാരണം ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ മൊത്തം എണ്ണയിലേക്ക് അത് ആകും. ഒരു 2 മിനിറ്റോളം ഇതുപോലെ വെളുത്തുള്ളി എണ്ണയിൽ മൊരിച്ചിട്ട് നമുക്കിനി പച്ചമുളകും വേപ്പിലയും ചേർക്കാം. അത് രണ്ടും ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഇത് ഇളക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. നമ്മളിത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സവാള ചേർക്കാം. സവാള ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിക്ക് ഇളക്കി യോജിപ്പിക്കാം. എല്ലായിടത്തും വെളിച്ചെണ്ണയായിട്ട് നമുക്കിനി പതുക്കെ ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ അത് സവാള നന്നായിട്ട് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടി ഈ ഉപ്പ് ഹെൽപ്പ് ചെയ്യും. അതൊരു ചെറിയ ടിപ്പാണ്. സവാള പതുക്കെ മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് സവാള മുരിയണം. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗാർലിക്കിന് പുറമെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയൊരു പീസ് ഇഞ്ചിയും എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരുന്നു ഞാൻ മേടിച്ചത്. അപ്പം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി തക്കാളി ഇതിലേക്ക് ചേർക്കുകയാണ്. 2 തക്കാളി. ഇനി അത് ബാക്കിയുള്ളതും കൂടി യോജിപ്പിക്കുകയാണ്. ഇനി അതിന് ശേഷം ഇത് തക്കാളി നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മുതൽ ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ തക്കാളി വിടർത്തിയിടുകയാണെങ്കിൽ പെട്ടെന്ന് വേവും. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ അതിലേക്ക് നമുക്ക് മസാലകൾ പതുക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നേരത്തെ ഇറക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. എല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം പെട്ടെന്ന് ഇളക്കണം, എന്നാലേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല. ഇപ്പോൾ മസാലയുടെ പതുക്കെ അതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറി തുടങ്ങി. അതിൻ്റെ ഒരു മസാല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ച കൂന്തൽ ചേർക്കാം. കൂന്തലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂന്തൽ എല്ലാം മസാല മിക്സ് ആക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ കൂന്തലിലും മസാല എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ച കുടംപുളി ഞാൻ ചേർക്കുകയാണ്. ഞാനിത് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്ന സ്പേസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ വലിയ പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്യുന്ന അത്ര സ്പേസ് ഇല്ല. പക്ഷേ പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ 2 പാത്രം വെച്ച് ചെയ്തേക്കാൻ വേണ്ട, ഈസി പണി. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ചാറിൽ ഉള്ള ഉപ്പ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം, എന്നാലേ നമുക്ക് കൂന്തലേക്ക് പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് വെക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 5 മുതൽ 6 വരെയുള്ള വിസിൽ ഹൈ ഫ്ലെയിമിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 6 വരെ വിസിൽ അടിച്ചിട്ടുണ്ട്. വിസിൽ പോയ ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, വെന്തിട്ടുള്ള എന്നുള്ള കാര്യം. എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് പാകത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ചധികം ചാറുണ്ട് ഈ ഒരു കറിക്ക്. നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. വെന്തിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ചാറ് വറ്റിക്കുന്നവരെ. ഈ സമയത്ത് ചാറ് വേണ്ടവർ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ചാറ് വേണ്ടവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റോസ്റ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ഗ്രേവി വെറ്റുന്നവരെ നമുക്ക് വഴറ്റി കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഈ സമയം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കണം. ഈ ചാറ് വറ്റുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുമാതിരി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇതുപോലെ റോസ്റ്റായിട്ട് നമ്മുടെ കൂന്തലിരിക്കും. അതായത് എൻജോയ്.